ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ടൈപ്സ് ഓഫ് നമ്പേഴ്സിൽ വരുന്ന കുറച്ച് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ, പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ അഥവാ കൗണ്ടിംഗ് നമ്പർ. മലയാളത്തിൽ എണ്ണൽ സംഖ്യ, നിസർഗസംഖ്യ, അതിസംഖ്യ മീൻസ് പോസിറ്റീവ് നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ നാച്ചുറൽ നമ്പറിൻ്റെ മറ്റ് പേരുകളാണ്. ഇനി എന്താണെന്ന് നോക്കാം. ഓൾ ദ കൗണ്ടിംഗ് നമ്പർ ഈസ് കോൾഡ് നാച്ചുറൽ നമ്പർ. എല്ലാ കൗണ്ടിംഗ് നമ്പറും നാച്ചുറൽ നമ്പറാണ്. അതായത് നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പറാണ്, കൗണ്ടിംഗ് നമ്പറാണ്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ എല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഏതൊക്കെയാണ് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ? 1, 2, 3, 4, 5, 6, 7 അങ്ങനെ തുടർന്നു പോകും, അനന്തമായിട്ട് പോകും. ആ അനന്തതയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ പറയും ഇൻഫിനിറ്റി എന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹോൾ നമ്പർ, അഖണ്ഡസംഖ്യ. എന്താണ് ഹോൾ നമ്പർ? 0 ആൻഡ് ഓൾ നാച്ചുറൽ നമ്പർ ഇസ് കോൾഡ് ഹോൾ നമ്പർ. എന്താണ്? എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യവും ഉൾപ്പെടുന്ന സംഖ്യകൾ. അതായത് നമ്മൾ നേരത്തെ എണ്ണൽ സംഖ്യകൾ കണ്ടു, ആ എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യവും ഉൾപ്പെടുന്നു. അവ ഏതൊക്കെയാ? 0, 1, 2, 3 എക്സെട്ര. ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ. എന്താണ് ഇരട്ട സംഖ്യ? നോക്കാം. Any number that can be exactly divided by 2 is called an even number. എന്താണ്? 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏതൊരു സംഖ്യയും ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏതൊരു സംഖ്യയും ഇരട്ട സംഖ്യയാണ്. അവ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12 അങ്ങനെ പോകും. നമുക്കിതിനെ വേറൊരു രീതിയിലും പറയാം. എങ്ങനെ പറയാം? എ നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ഇസ് കോൾഡ് ആൻ ഇവൺ നമ്പർ. അതായത് മൾട്ടിപ്പിൾ ഓഫ് 2, 2ന്റെ ഗുണിതം. 2ന്റെ ഗുണിതം ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12 എക്സെട്ര. അപ്പോൾ എന്താ ഇവൺ നമ്പർ? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ 2 ഇസ് കോൾഡ് ആൻ ഇവൺ നമ്പർ. നെക്സ്റ്റ് വൺ, ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. എനി നമ്പർ ദാറ്റ് കനോട്ട് ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ 2 ഇസ് കോൾഡ് ആൻ ഓഡ് നമ്പർ. 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. എന്താണ്? പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. ഇവിടെ എന്താണ്? ഒറ്റസംഖ്യയുടെ കേസിൽ പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ, അതായത് ദാറ്റ് കനോട്ട് ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ 2. ഏതൊക്കെയാണവ? 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. ഇവിടെ നമ്മൾ പൂർണ്ണമായി ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹരിക്കുമ്പോൾ റിമൈൻഡർ, അതായത് ശിഷ്ടം 0 വരണം. 0 വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഹരിക്കുക എന്നാണ് അർത്ഥം. അഥവാ റിമൈൻഡർ 0 വന്നില്ലെങ്കിൽ, 0 ഒഴിച്ച് ബാക്കി ഏതെങ്കിലും സംഖ്യയാണെങ്കിൽ അതിനെന്താണ് അർത്ഥം? പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒറ്റസംഖ്യകൾക്ക്. എന്താണ്? ഒറ്റസംഖ്യകളെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും. എല്ലാത്തിനും 1 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അപ്പോൾ എന്താണ് ഓഡ് നമ്പർ? Any number that cannot be exactly divided by 2 is called an odd number. Next, prime number, അഭാജ്യ സംഖ്യ. The number which has only 2 factors, 1 and itself, is called prime number. The number which has only 2 factors, 1 and itself, is called prime number. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം അതേ സംഖ്യയും മാത്രം വന്നാൽ അതൊരു അഭാജ്യ സംഖ്യയായിരിക്കും. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം അതേ സംഖ്യയും
മാത്രം വന്നാൽ അതൊരു അഭാജ്യ സംഖ്യയായിരിക്കും. ഏതൊക്കെയാണത്? 2, 3, 5, 7, 11, 13, 17 എക്സെട്ര. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ്? എങ്ങനെയാണ് സംഖ്യയുടെ ഘടകങ്ങളെ കണ്ടുപിടിക്കുന്നത്? നോക്കാം. നമ്മളിവിടെ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. എങ്ങനെയാണ് കിട്ടിയത്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? 1 × 2 2. വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ 2ന്റെ ഫാക്ടേഴ്സ് എന്താ വരുന്നത്? 1ഉം 2ഉം. അതുപോലെ 3യുടെയോ? 3യുടെ വരുന്നത് 1ഉം 3യും. 5ന്റെ ഫാക്ടേഴ്സ് 1 and 5. 7ന്റെ ഫാക്ടേഴ്സ് 1 and 7. ഇവിടെ എന്താണ് ഫാക്ടേഴ്സ് ആയിട്ട് എന്താണ് വന്നിരിക്കുന്നത്? 2 നമ്പേഴ്സാണ് അല്ലേ? അതായത് ഒന്ന് 1ഉം രണ്ടാമത്തെ ഫാക്ടർ ആ നമ്പർ തന്നെ. ഓക്കെ. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ? ദ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് 1 and itself ഈസ് കോൾഡ് പ്രൈം നമ്പർ. അതിൻ്റെ എക്സാമ്പിളാണ് 2, 3, 5, 7, 11, 13 എക്സെട്ര. ഇവിടെ പ്രൈം നമ്പറിൽ ബേസിക് ആയിട്ട് അറിയേണ്ട 2 കാര്യം കൂടിയുണ്ട്. ഒന്നാമത്തേത്, ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2. ദ സ്മാളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. 2ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഈ പ്രൈം നമ്പറിൽ വരുന്ന ഒരേ ഒരു ഇരട്ട സംഖ്യയാണ് 2. 2 is the only even prime number. ഓക്കെ. അപ്പോൾ ഈ 2 കാര്യമാണ് പ്രൈം നമ്പറിൽ അറിയാനുള്ളത്. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ? ദ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് 1 and itself is called prime number. നെക്സ്റ്റ്, കോമ്പോസിറ്റ് നമ്പർ, ഭാജ്യസംഖ്യകൾ. The number which has more than 2 factors is called composite number. The number which has more than 2 factors is called composite number. ഒരു സംഖ്യയ്ക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയായിരിക്കും. ഒരു സംഖ്യയ്ക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയായിരിക്കും. നമ്മൾ നേരത്തെ പ്രൈം നമ്പറിൽ എന്താണ് പറഞ്ഞത്? 2 ഫാക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എന്താണ്? 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യ ആയിരിക്കും. ഏതൊക്കെയാണ്? 4, 6, 8, 9 എക്സെട്ര. ഇതൊക്കെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. എങ്ങനെയാണ്? 4ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ? 1, 2, 4. 3 ഫാക്ടേഴ്സാണ് വരുന്നത് അല്ലേ? 1 × 4, 2 × 2. അതിൽ 1, 2, 4 3 ഫാക്ടേഴ്സാണ് വരുന്നത്. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6. 4 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 2ൽ കൂടുതലാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ. അതുപോലെ 8, 9 ഇതിനൊക്കെ 2ൽ കൂടുതലാണ് ഫാക്ടേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ എന്ത് നമ്പറാണ്? കോമ്പോസിറ്റ് നമ്പറാണ്. എന്താണ് കോമ്പോസിറ്റ് നമ്പർ? ഒരു സംഖ്യയ്ക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയായിരിക്കും, അഥവാ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.